നിങ്ങളുടെ ഫോണിലേക്ക് ഒരു സന്ദേശം വരുന്നു. ഈ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബിൽ 1,00,000 രൂപയാണ്. എന്നാൽ അതിന് താഴെ വളരെ ആശ്വാസകരമായ മറ്റൊരു വാചകം കൂടി കാണാം. മിനിമം എമൗണ്ട് ഡ്യൂ വെറും 5,000 രൂപ മാത്രം. വളരെ സന്തോഷത്തോടെ നിങ്ങൾ ആ 5,000 രൂപ മാത്രം അടച്ച് ബാക്കി തുക അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് സാമ്പത്തികമായി വലിയൊരു ആശ്വാസമായി എന്നല്ലേ? എന്നാൽ സത്യം എന്താണെന്നോ അറിയാതെ തന്നെ നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കെണിയിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാങ്കുകളും ഫിനാൻഷ്യൽ കമ്പനികളും വളരെ തന്ത്രപരമായിട്ട് ഒരുക്കുന്ന മിനിമം എമൗണ്ട് ഡ്യൂ എന്ന ഡെറ്റ് ട്രാപ്പിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ചെറിയ തുക മാത്രം അടയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ സിബിൽ സ്കോർ തകരുന്നതെന്നും നിങ്ങൾ കടക്കെണിയിലാകുന്നതെന്നും കൃത്യമായ കണക്കുകളോടെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി എന്താണ് ഈ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് നോക്കാം. സാധാരണയായി നിങ്ങളുടെ ആകെ ബിൽ തുകയുടെ 5% അതിനോടൊപ്പം ചേരുന്ന GST അല്ലെങ്കിൽ മറ്റ് സർവീസ് ചാർജുകളും ചേരുന്നതാണ് മിനിമം എമൗണ്ട് ഡ്യൂ. ഇതടച്ചാൽ ബാങ്ക് നിങ്ങൾക്ക് ലേറ്റ് പേയ്മെന്റ് ഫീ ഈടാക്കില്ല എന്നത് സത്യമാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഈ 5% അടച്ചാൽ ബാക്കി തുകയ്ക്ക് പലിശ കൊടുക്കേണ്ടി വരില്ല എന്നാണ്. സത്യത്തിൽ നിങ്ങൾ മിനിമം തുക മാത്രം അടയ്ക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന 95% തുകയ്ക്കും പ്രതിവർഷം 36 മുതൽ 45% വരെ ഉയർന്ന പലിശയാണ് ബാങ്ക് ഈടാക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പേഴ്സണൽ വായ്പകളിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ളത് ക്രെഡിറ്റ് കാർഡ് കടങ്ങൾക്കാണ്. ഇതുകൂടാതെ നിങ്ങളുടെ കാർഡിന് ലഭിച്ചിരുന്ന 45 മുതൽ 50 ദിവസത്തെ പലിശരഹിത കാലാവധി പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അതായത് ഇതിനുശേഷം ആ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങുന്ന ഓരോ ചെറിയ സാധനത്തിനും അത് വാങ്ങുന്ന ദിവസം മുതൽ ഉയർന്ന പലിശ കണക്കാക്കാൻ തുടങ്ങും. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങളുടെ കാർഡിൽ 1,00,000 രൂപയുടെ കടമുണ്ടെന്ന് കരുതുക. പ്രതിവർഷ പലിശ നിരക്ക് 42%. നിങ്ങൾ എല്ലാ മാസവും കൃത്യമായി 5,000 രൂപ വീതം മിനിമം ഡ്യൂ മാത്രം അടച്ചുകൊണ്ടിരിക്കുന്നാൽ ഈ 1,00,000 രൂപയുടെ കടം പൂർണ്ണമായി തീർക്കാൻ നിങ്ങൾക്ക് എത്ര വർഷം വേണമെന്ന് അറിയാമോ? ഏകദേശം 10 മുതൽ 12 വർഷം വരെ സമയമെടുക്കും. അപ്പോഴേക്കും നിങ്ങൾ മുതലിൻ്റെ ഇരട്ടിയധികം, അതായത് 2,00,000-ലധികം രൂപ കേവലം പലിശയായി മാത്രം ബാങ്കിന് നൽകിയിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ അപകടം നോക്കാം. നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു? ട്രാൻസ്യൂണിയൻ സിബിൽ റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എപ്പോഴും 30%-ൽ താഴെ ആയിരിക്കണം. അതായത് 1,00,000 രൂപ പരിധിയുള്ള ഒരു കാർഡിൽ 30,000 രൂപയിൽ കൂടുതൽ തുക കടമായിട്ട് നിലനിർത്തരുത്. എന്നാൽ നിങ്ങൾ മാസം തോറും മിനിമം ഡ്യൂ മാത്രം അടച്ച് ബാക്കി തുക മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 80 മുതൽ 90% വരെ ഉയർന്ന അവസ്ഥയിൽ തുടരും. ഇങ്ങനെ വരുമ്പോൾ സിബിൽ ഏജൻസികൾ നിങ്ങളെ ഒരു റിസ്ക് കൂടിയ ഉപഭോക്താവായി അഥവാ ക്രെഡിറ്റ് ഹംഗ്രിയായി അടയാളപ്പെടുത്തുന്നു. ഫലമോ നിങ്ങളുടെ സിബിൽ സ്കോർ 700-ന് താഴേക്ക് കുത്തനെ കുപ്പുകുത്തും. ഭാവിയിൽ നിങ്ങളൊരു ഹോം ലോണോ കാർ ലോണോ ബിസിനസ് ലോണോ എടുക്കാൻ ബാങ്കിനെ സമീപിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടും, അല്ലെങ്കിൽ വളരെ ഉയർന്ന പലിശ നിരക്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ ലഭിക്കൂ. കൂടാതെ ക്രെഡിറ്റ് കാർഡ് പലിശയ്ക്ക് മേൽ 18% GST കൂടി നൽകേണ്ടി വരുന്നു എന്നത് പലരും ശ്രദ്ധിക്കാറില്ല. അതായത് ബാങ്കിന്റെ ഉയർന്ന പലിശയ്ക്ക് പുറമെ സർക്കാരിനുള്ള നികുതിയും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് ഈടാക്കുന്നത്. ക്രിസിൽ പോലുള്ള സാമ്പത്തിക വിലയിരുത്തൽ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തിഗത സാമ്പത്തിക തകർച്ചയിലേക്ക് ആളുകളെ നയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇത്തരം ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളാണ്. അപ്പോൾ ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ചില ലളിതമായ സാമ്പത്തിക സൂത്രങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, എന്നേക്കും ഓർക്കുക, എപ്പോഴും ബിൽ തുകയുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ മാത്രം പൂർണ്ണമായി അടയ്ക്കുക. മിനിമം ഡ്യൂ ഓപ്ഷൻ ഒഴിവാക്കുക. രണ്ടാമതായി, നിലവിൽ വലിയൊരു തുക കുടിശ്ശികയുണ്ടെങ്കിൽ പുതിയ പർച്ചേസുകൾക്കായി ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഉടനടി നിർത്തേണ്ടതാണ്. മൂന്നാമതായി, 40% പലിശ നൽകുന്നതിന് പകരം 12 അല്ലെങ്കിൽ 14% പലിശ നിരക്കിൽ ഒരു പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ട്രാൻസ്ഫറോ വഴി മുഴുവൻ തുകയും ഒറ്റയടിക്ക് അടച്ചു തീർക്കുക. അല്ലെങ്കിൽ ആ തുകയെ കുറഞ്ഞ പ്രോസസ്സിംഗ് ഫീസിൽ സുരക്ഷിതമായി EMI ആയി മാറ്റുക. ചെറിയ സാമ്പത്തിക അച്ചടക്കമുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന റിവാർഡ് പോയിന്റുകളും ആനുകൂല്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താം. എന്നാൽ മിനിമം പേയ്മെന്റ് എന്ന കെണിയിൽ വീണാൽ അത് നിങ്ങളുടെ ഭാവി സമ്പാദ്യത്തെ ഇല്ലാതാക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗ രീതി മാറ്റാൻ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കൂ. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. വീണ്ടും കാണാം.